കളി അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിൽ ആവേശം മുഴുവൻ ഇങ്ങനെ തലസ്ഥാന നഗരിയിലാണെന്ന് തോന്നും. തിരുവനന്തപുരത്തെ കളിയുടെ ആവേശം അതിൻ്റെ പരമകാക്ഷയിലേക്ക് എത്തിയെന്നൊക്കെ പറയില്ലേ, അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. അജ്മൽ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അജ്മൽ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കളിയുടെ ആവേശം കണ്ടു കഴിഞ്ഞാൽ മെസ്സി തന്നെ ഞെട്ടിപ്പോവും. എസ് കെ സൂചിപ്പിച്ചതുപോലെ കളി നടക്കുന്നത് അങ്ങ് അമേരിക്കയിലെ കാൻസാസ് സ്റ്റേഡിയത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലെ ഈ ഞാനുള്ള വഞ്ചൂരിലാണ്. ഇവിടെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ആവേശ തിമിർപ്പിലാണ് ആരാധകരുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മെസ്സി തൻ്റെ 200ാമത്തെ മത്സരത്തിനായി പുൽത്തകിടിന് മേൽ വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. അത് മാത്രമല്ല, അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മർദ്ദങ്ങളുമില്ലാതെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരൊരു വേൾഡ് കപ്പ് മത്സരം കാണുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ആവേശം അവരിൽ ആദ്യം മുതൽ തന്നെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. 16ാമത്തെ മിനിറ്റിൽ മെസ്സി ഗോളടിച്ചപ്പോൾ മാത്രമല്ല, കളിയുടെ 1ാമത്തെ മിനിറ്റ് മുതൽ ആരാധകർ ആവേശത്തോടെ മെസ്സി ഓരോ തവണ പന്ത് തട്ടുമ്പോഴും സ്ക്രീനിൽ ഓരോ തവണ മെസ്സിയെ തെളിഞ്ഞു കാണുമ്പോഴും അവർ ആ ആഘോഷവും അവരുടെ സന്തോഷവും ആവേശവും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. മെസ്സി ഗോളടിച്ചിരിക്കുകയാണ് 16ാമത്തെ മിനിറ്റിൽ. ഇനി എത്ര ഗോൾ പ്രതീക്ഷിക്കാം ഇന്ന് മെസ്സി? ഒരു ഗോള് കാണാം ചാൻസ് ഉണ്ട്, പിന്നെ ഒരു അസിസ്റ്റും അല്ല, ഒരു അസിസ്റ്റ് കൂടിയല്ല ഇത്. ഇപ്പോൾ മെസ്സി ഇന്നിപ്പോൾ 2 ഗോളും കൂടി അടിക്കുകയാണെങ്കിൽ, ഒരു ഹാട്രിക് ഒക്കെ തികക്കുകയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന പ്ലേയേഴ്സിന്റെ പട്ടികയിലേക്ക് എത്തുകയാണ്. അത് സാധിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇപ്പൊ തന്നെ 3ാമത് നിൽക്കുവാൻ തോന്നുന്നു. ക്ലോസ് ആണ്, പിന്നെ നോക്കാം. ഓക്കെ, ലുസൈൽസിലെ ഒരു കിരീടം കാത്തു വെച്ചിരുന്നു മെസ്സിക്ക്. അമേരിക്കയിൽ ഉണ്ടാവും? അമേരിക്കയിൽ തീർച്ചയായും ഉണ്ടാവും. കനക കിരീടമല്ല, എത്ര കിട്ടിയാലും മോഹം മാറില്ലല്ലോ. ഇതാണ് കനക കിരീടമാണ്. ലുസൈൽസിലെ കിരീടം കൊണ്ട് മതിയാകുന്നില്ല. യുഎസിലും അവർക്ക് വേണ്ടി ഒരു കിരീടം കാത്തു വെച്ചിട്ടുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ആരാധകർ ആവേശത്തോടെ. ഇനി മലപ്പുറത്തേക്ക് ഗോകുൽ കെ വേണുഗോപാൽ ഓടിച്ചേരുന്നു. ഒരുപക്ഷെ മലപ്പുറം ഈ കാൽപന്ത് കളിയുടെ ഒരു ഈറ്റില്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ആവേശമാണ് മലപ്പുറത്തും. പറയൂ ഗോകുൽ കെ വേണുഗോപാൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ? ഞാനിപ്പോ മലപ്പുറം വേങ്ങര ഇടയാട്ടുപറമ്പാണ്. ഇവിടെ അർജന്റീന ആരാധകർ മട്ടൻ ബിരിയാണിയൊക്കെ വിളമ്പിയിട്ടാണ് വേൾഡ് കപ്പിന് അർജന്റീനയുടെ ആദ്യത്തെ മത്സരത്തെ വരവേൽക്കുന്നത്. മെസ്സി ഒരു ഗോൾ അടിച്ചപ്പോൾ തന്നെ ഇവിടെ ആവേശം പരകോടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെവിടെ അപ്പുറത്തെ സ്ഥലത്താണ് കളി കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയുള്ളത്. ബിരിയാണി വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട തിരക്കാണ്. കഴിഞ്ഞ തവണയും വേൾഡ് കപ്പിൽ ഇവർ ചിക്കൻ ബിരിയാണിയൊക്കെ വിളമ്പിയതാണ്. ഇത് അർജന്റീന ഫാൻസ് നമ്മുടെ കൂടെയുണ്ട്. ഈ മട്ടൻ ബിരിയാണിയിലൊക്കെ എന്താ കാരണം? മട്ടൻ ബിരിയാണി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞങ്ങൾ മട്ടൻ ബിരിയാണി വെക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ എല്ലാ ആരാധകരും ഇവിടുത്തെ ആളുകളെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും തോരണങ്ങളൊക്കെ വെച്ച് പൈസ ആ രീതിയിൽ ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊരു ഞങ്ങളെ ആരാധകർ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായ ഒരു ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്താൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾ കൂടുതൽ എല്ലാവരും പറഞ്ഞു. അത് നല്ലൊരു ത്രെഡായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഫ്ലക്സിന് പിരിപ്പിച്ച ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു 300 പേർക്ക് മട്ടൻ ബിരിയാണി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ 1-0 ലീഡ് ചെയ്യുകയാണ്. എന്തായാലും ഈ കളി നിങ്ങൾ ജയിക്കുന്നുണ്ടോ? കഴിഞ്ഞ ലോകകപ്പ് അബദ്ധ ഫസ്റ്റ് കളിക്ക് പറ്റുമോ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇപ്പോൾ നമ്മൾ നിലവിലെ ജേതാക്കന്മാരായിട്ടാണ് ഈ വേൾഡ് കപ്പിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ആവേശവും അതിന്റെ കളിക്കാരെ സ്പിരിറ്റും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. മെസ്സി അടിച്ച ഗോള് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ് മെസ്സി ഇന്ന് നേടിയിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഒരു ഗോൾ ഓഫ് സൈഡ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു. അത് കളിയിൽ സ്വാഭാവികമല്ലേ. ഒരു ഗോൾ അടിക്കുമ്പോൾ തിരിച്ചു ഗോൾ അടിക്കാനല്ലേ ആളുണ്ടായാലല്ലേ നമുക്ക് പിന്നീട് അടിക്കാനുള്ള ആവേശം ഉണ്ടാവുന്നുള്ളൂ. ഇത് ഇവിടെ അർജന്റീനക്കാർ മട്ടൻ ബിരിയാണി വിളമ്പെന്ന് പറയുമ്പോൾ അത് വിളമ്പി കൊടുക്കുന്ന ഒരു ഇറ്റലിക്കാരനാണ്. എല്ലാ ആളുകളും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ്. ഇറ്റലിക്കാരൻ എന്താ പറയാനുള്ളത്? നമുക്ക് സൗഹൃദമല്ല വലുത്. പ്രൊഫഷണൽ കട്ടാണ്. അടിയൊന്നും അടിച്ചോ. ഭയങ്കര പ്രൊഫഷണലാണ് ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ വന്ന സമയം ശ്രദ്ധിച്ചു. ബാക്കിയുള്ള ആളുകളൊക്കെ അർജന്റീന ആണല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.